2025 നവംബർ 27 ജപ്പാനിലേക്കുള്ള എൻ്റെ യാത്ര അവിടെ തുടങ്ങുകയാണ്. വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് തിരിച്ചു. ഒരു 5:30 ആയപ്പം എയർപോർട്ടിൽ വന്നു. ഗേറ്റ് നമ്പർ 1 ഞാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ പേര് അവിടെ അനൗൺസ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്താ കാര്യം എന്നറിയില്ലല്ലോ. എന്താ കാര്യമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ അതിൻ്റെ വോയിസ് ക്വാളിറ്റി അത്ര മോശമായതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഈ വീഡിയോ ഫുൾ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എന്നോട് ഗേറ്റ് നമ്പർ 8 പോകാൻ പറഞ്ഞു. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തിനാന്ന്. ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ബാഗ്, ഫോണ് എല്ലാം അവർ എടുത്ത് ലോക്കറിൽ വെച്ചിട്ട് എന്നെ അതിനുള്ളിലേക്ക് കൊണ്ടുപോയി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാഗിൻ്റെ അകത്ത് ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാനതൊക്കെ എടുത്ത് മാറ്റിയതായിരുന്നു. പക്ഷേ എന്തോ അതിനകത്തൊരു ലൈറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ വിളിച്ചത്. എന്നാലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് എനിക്ക് അതിനുള്ളിലുള്ള സെക്യൂരിറ്റി സെറ്റിങ്സ് എല്ലാം ഫുള്ള് കാണാൻ വേണ്ടി പറ്റി. നമ്മൾ കാണുന്ന എയർപോർട്ടല്ല, അതിനുള്ളിൽ എന്തൊക്കെയോ ഭയങ്കരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനിടയ്ക്ക് അവർ ഗേറ്റൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു. ഗേറ്റ് നമ്പർ 1 നിന്ന് ഞാൻ ഗേറ്റ് നമ്പർ 4 വന്നു. ഇപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ എങ്ങനെയാണ് തള്ളി നിൽക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് ഇൻഡിഗോയിലേക്ക് ഞാൻ കയറുകയാണ്. ശരിക്കും ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടി ഒരു വല്ലാത്തൊരു ഇമോഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ കയറിയിരുന്നു കഴിഞ്ഞപ്പം നമ്മൾ കയറി വന്ന ആ ഒരു അവസാനത്തെ പേര് എനിക്കറിയില്ല. പക്ഷെ അത് തിരിച്ചു പോകുന്നത് ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരുന്നു. അവസാനം കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിരിക്കുകയാണ്. കൊച്ചിൻ ടു ഡൽഹി. ആകാശ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി. ഇനി ഞാൻ പോകുന്ന സ്ഥലം, അവിടെ കണ്ടുമുട്ടാൻ പോകുന്ന ആളുകൾ, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഒന്നും അറിയത്തില്ല. ഫുൾ ബ്ലാങ്ക്ഡാണ്. എന്നാലും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ ഒട്ടും മനസ്സിൽ ചിന്തിക്കാത്ത, സ്വപ്നം പോലും കാണാത്ത ഒരു രാജ്യത്തേക്ക് ദൈവം എന്നെ കൊണ്ടുപോവുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫുഡ് വന്നു. ഒരു സാൻഡ്വിച്ച്, അതുപോലെ റോസ്റ്റഡ് റൈസ് ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം, ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്ന സാധനമായിരുന്നു അത്. പിന്നെ ഒരു ബെറി മിക്സ്, കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ ഒരു ജ്യൂസ്. ഭയങ്കര വിശപ്പായിരുന്നു എനിക്ക്, കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. നല്ല വിശപ്പായിരുന്നു. പിന്നെ എൻ്റെ അടുത്തിരുന്ന ഒരു ചേട്ടനും ചേച്ചിയായിരുന്നു. അവരെന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പോകുന്ന കഥകളൊക്കെ അവരോടും പറഞ്ഞു. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ജപ്പാന് പോകാമെന്നറിഞ്ഞപ്പോൾ. ഒരു 12:30 ആയപ്പോൾ ഞാൻ ഡൽഹി എയർപോർട്ടിലെത്തി. ഇനി എനിക്ക് 8 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ് ടോക്കിയോയ്ക്കുള്ളത്. അതുവരെ ഞാനവിടെ കട്ട പോസ്റ്റായിരുന്നു. അതിനിടയ്ക്ക് ഞാനൊരു കോഫിയും സാൻഡ്വിച്ചും കഴിക്കുന്നുണ്ടായിരുന്നു. ഈ കോഫിയുടെ ഒരു കഥ വല്ലാത്ത കഥയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു 400 രൂപയുടെ കോഫി കഴിക്കുന്നത്. ഇത്രയും പിശുക്കായിട്ടുള്ള ഞാൻ എങ്ങനെ അത് വാങ്ങിച്ച് കുടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു 5:30 ആയപ്പോൾ ഞാൻ എൻ്റെ ടെർമിനലിലേക്ക് പോയി. അതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ കറൻസി എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു. എനിക്ക് കോൺഫിഡൻസ് വരുന്നു. രാവിലത്തെ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറി എല്ലാം ഇങ്ങനെ തന്നെ ചെയ്ത് തന്നെ വന്ന് എന്തോ ഒരു ഫീല്. ഇനിയിപ്പം നേരെ ടോക്കിയോ. ഇപ്പം ഞാൻ കാണുന്ന ഒരു സ്ഥലമായിരിക്കില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാം വേറെ ആൾക്കാർ. ഇപ്പം തന്നെ കുറേ ജാപ്പനീസ് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ട്, നല്ല രസമായിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ ടോക്കിയോ ചെന്ന് കഴിയുമ്പോഴത്തേനും മൊത്തം അങ്ങനെയുള്ള ആൾക്കാർ. അതിനിടയിൽ ഞാൻ ഓക്കെ നോക്കാം. 7 മണിക്കൂർ ഫ്ലൈറ്റ്. മടുക്കുമോ എന്തോ, എനിക്ക് വിശക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ കണ്ട ചാർജിങ് പോയിന്റ് ഉണ്ട്. അപ്പം ഞാനിവിടെ ചാർജിലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, കാണിക്കാതെ കിടക്കാം ഉണ്ട്. നല്ല സുഖമായിട്ട് കിടക്കാം. ഒരു ചേട്ടനോടെ ഇങ്ങനെ കിടന്നുറങ്ങണുണ്ട്. എനിക്കൊന്നും അതിനെന്തോ ഒരു സംഭവം ഉണ്ട്. എന്തോ സുഖം കിട്ടുമെന്ന് തോന്നുന്നു. അവിടെ എനിക്ക് ഉറങ്ങണം. നല്ല ഉറക്കം. എൻ്റെ കണ്ണൊക്കെ കൊണ്ട് ഇങ്ങനെ ഇടുമിച്ചിരിക്കുക. ഭയങ്കരമായിട്ട് ക്ഷീണം ഇങ്ങനെ നിൽക്കുക. 8 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റെങ്കിലും കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ജപ്പാൻ എയർലൈൻസ് ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ശരിക്കും ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഇനി കാലുകുത്താൻ പോകുന്നത് മറ്റൊരു കൺട്രിയിലായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. കാഴ്ചകളൊന്നും കാണാനില്ലായിരുന്നു. കുറച്ചേരം ഈ സ്ക്രീനൊക്കെ നോക്കിയിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങിയും പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും കണ്ണു തുറന്നപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം ഫുഡ്, എനിക്ക് മാത്രം ഫുഡില്ല. എനിക്ക് നല്ല വിശപ്പ്, തളർന്ന് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഫുഡ് വന്നു. ജാപ്പനീസ് ഫുഡായിരുന്നു. അവരുടെ കറികൾ, അവരുടെ വേറൊരു ടൈപ്പ് ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ നേരം കളയാനായിട്ട് ഞാൻ ഫ്ലൈറ്റ് പോകുന്ന റൂട്ടൊക്കെ ഒന്ന് നോക്കി വെച്ചു. കൊച്ചി കണ്ടോ? കൊച്ചി ഇത് നമ്മുടെ കൊച്ചിയല്ല കേട്ടോ, ജപ്പാനിലെ കൊച്ചിയാണ്. അപ്പം ഞാൻ ശരിക്കും പോകുന്നതായിട്ടുള്ള സ്ഥലം ഫുക്കോക്കയാണ്. ഈ ഫുക്കോക്ക കഴിഞ്ഞാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം ടോക്കിയോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ടോക്കിയോയിൽ നിന്ന് അടുത്തൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ നേരെ തിരിച്ച് ഫുക്കോക്കയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ നോക്കി മനസ്സിലാക്കി. അങ്ങനെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ജപ്പാനിൽ ടോക്കിയോയിൽ കാലുകുത്തി.
പിന്നെ ഞാൻ നേരെ ലഗേജ് എടുക്കാൻ വേണ്ടി പോയി. പെട്ടിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, സേഫായിട്ട് തന്നെ എത്തി. അതൊക്കെ എനിക്കൊരു ടെൻഷനായിരുന്നു, എൻ്റെ പെട്ടിന് വേറെ ഏതെങ്കിലും വഴിക്ക് പോകുമോ, കറക്റ്റ് എൻ്റെ എത്തുമോ എന്നൊക്കെ ആയിരുന്നു പേടി. പക്ഷേ എന്തായാലും സേഫായിട്ട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആയിരുന്നു, ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നങ്ങളോ ഉണ്ടായി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്, കാരണം ഇവിടുത്തെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ നമുക്കറിയില്ലല്ലോ. ഞാൻ പിന്നെ അതെല്ലാം ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഓക്കെ ഫൈൻ. ഇനി ഇവിടുന്ന് ഒരു 4 hour ലെയറും ഉണ്ട് എനിക്ക് ഫൊക്കോക്കയ്ക്കുള്ള അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പക്ഷേ അതെങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കാമോ എന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് ആരും ഫുഡ് കഴിക്കണില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഡൊമസ്റ്റിക് ടെർമിനൽ 1 പോകാൻ വേണ്ടി പോവാണ്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ എല്ലാം നല്ല പറഞ്ഞു തരുന്നു കൃത്യമായിട്ട്. ഇവിടെ ഇപ്പം ഞാൻ ടെർമിനൽ 1 ബസ്, ഇവിടെ നിന്നൊരു ബസ് പോകുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇവിടെ ടെർമിനൽ 2, അപ്പോൾ ഇത് ഞാൻ വന്നപ്പോൾ ഇത് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ, ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ എനിക്കിവിടെ എങ്ങനെയാണ് അകത്തോട്ട് പോകണമെന്ന് അറിയാം. ഞാൻ വന്നപ്പോൾ കറക്റ്റ് ടെർമിനൽ 1 ഒരു ബസ് കിടക്കുന്നുണ്ട്, പക്ഷേ ഇത് ഓപ്പൺ അല്ല, എനിക്ക് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. ആക്ച്വലി ആ ഡ്രൈവർ ഇറങ്ങി വന്ന് നമ്മളെ കയറ്റും, അങ്ങനെയാണ്. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ടെർമിനൽ 2 ചേട്ടൻ വന്നു. ആ ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ചു ടെർമിനൽ 2 ആണോ എന്ന് ചോദിച്ചാൽ, അല്ല എനിക്ക് 1 പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യും, ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, ആ ടൈമിൽ നെക്സ്റ്റ് ബസ് വരുമ്പോഴത്തേനും കയറിയാൽ മതി, അപ്പോൾ അവരൊന്ന് ഓപ്പൺ ആക്കി തരുന്നെല്ലാം എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. ഓക്കെ, എല്ലാം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ടോക്കിയോ ഒരു പരിചയമില്ല, അവരെനിക്ക് ഹൈ ഒക്കെ തരും. ഇതിപ്പോൾ ഡൊമസ്റ്റിക് കൂടെ ആയതുകൊണ്ട് ഫുൾ ഇവിടുത്തെ ജാപ്പനീസ് ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു കൂടുതലും. ഓക്കെ, നല്ല ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഫുൾ വിൻ്റർ ക്ലോത്ത്സ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ആകാശത്തെ കാഴ്ചകൾ ഇതോടെ സ്ക്രീനിലൂടെ കാണാവേ. ഇപ്പോൾ പുറത്ത് കാണുന്ന ആ ഒരു മേഘങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ആ സ്ക്രീനിൽ കണ്ടത്. ഇത് ജാപ്പനീസുകാർ കവറ് മടക്കി വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. പണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് റീൽസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇവരിങ്ങനെ കവറ് ഫോൾഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിൽ കണ്ടോ, ഒരു ട്രയാങ്കുലർ ഷേപ്പിലിങ്ങനെ കവർ ചെയ്തിട്ട് അവർ ബാഗിൽ സൂക്ഷിക്കും. അങ്ങനെ 1 hour ഫ്ലൈറ്റിന് ശേഷം ഞാൻ എൻ്റെ ഫുക്കുവൊക്കെ കണ്ടിരിക്കുകയാണ്. ഇതാണ് ഇനി എൻ്റെ നാട്. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ഷിനോ, ഞങ്ങളുടെ സ്കൂളിലെ ഇൻ്റർനാഷണൽ കോർഡിനേറ്ററാണ്. ഹായ്, സേ ഹായ്. ഹായ്, ദിസ് ഈസ് ഷിനോ. നമ്മുടെ സ്കൂളുള്ളത് അത്ര ഒരു സിറ്റി ആയിട്ടുള്ള സ്ഥലത്തല്ല, കുറച്ചുകൂടെ ഒരു ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. എന്നാലും വേറൊരു ലോകത്ത് എന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം, ആളുകൾ, ഭാഷ, മൊത്തം വേറൊരു സ്ഥലം, വേറൊരു ലോകം. എയർപോർട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ നമ്മുടെ സ്കൂളിലിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ സ്കൂളിൽ വലിയൊരു ബോർഡിൽ ഇന്ത്യൻ ഹാൾ. ശരിക്കും ഈ സ്ഥലമൊക്കെ ഇങ്ങനെ തന്നെ ഞാൻ ഗൂഗിൾ മാപ്പ് വഴി എല്ലാം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എനിക്കറിയില്ല, എന്തോ ഒരു ഫീലായിരുന്നു ആദ്യം ഒന്ന്. ഞാൻ റൂമിൽ വന്നു, കയറുമ്പോൾ തന്നെ ഈ ഒരു ക്ലോസറ്റ് ഉണ്ട്. ഇതിവിടെ നമുക്ക് ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുമെന്നു. പിന്നെ ഇത് ഇവിടെ ഒരു ടേബിൾ, ചെയർ ഒക്കെ ഉണ്ട്. ഇവിടെ ബെഡ്. എൻ്റെ പെട്ടുകൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച്, ഇതിനെ ഇനി എവിടെയെങ്കിലും ഒതുക്കണം. പിന്നെ ഈ ജനൽ തുറന്നാൽ നമ്മൾ എന്ത് കാണും? ഓക്കെ, എല്ലാം കാണാമോ? നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, കണ്ടോ എൻ്റെ കൈക്ക് തണുക്കുന്നു. ഇതുവഴി ഞാൻ കയറി വന്നത്, വണ്ടി അവിടെ നിർത്തി. ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ തള്ളി അവിടെ ചെന്നത്. ആ കാണുന്നത് ഇവിടെ, അതുകൊണ്ട് ആ കാണാണ് ഇവിടുത്തെ കിച്ചൺ ഏരിയത്തെ ഒരു സ്ഥലം. ഞാനിപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. അത്യാവശ്യം സെറ്റെന്ന് പറഞ്ഞൊന്നും പറ്റില്ല, അത്യാവശ്യം ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി. വിശക്കുമായിരുന്നു ഭയങ്കര. അപ്പം ഞാൻ അതുകൊണ്ട് ചക്ക വറുത്തത്, നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ ചക്ക വറുത്തത് നിന്ന് വിശപ്പ് അടക്കുകയാണ്. ഇനി അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഞാനൊരു 7:30 ആയപ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസും സ്കൂളിലെ സ്റ്റുഡൻസും ഒക്കെ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്.
പിന്നെ ഇത് ഞാൻ താമസിക്കുന്ന ഡോമെട്രിയിൽ ഡോം മദറാണ്, നമ്മൾ വാർഡൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരാൾ. ഭയങ്കര പാവം, നല്ല സ്നേഹമുള്ള ഒരാളായിരുന്നു. എൻ്റെ അടുത്ത് കാര്യമായിട്ട് സംസാരിച്ചു. അവർക്ക് ജാപ്പനീസ് മാത്രമേ അറിയത്തുള്ളൂ, എന്നാലും ചെറിയ മുറി ഇംഗ്ലീഷ് കണക്റ്റിംഗ് വേർഡ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. പിന്നെ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ആക്കി. ഡോക്ടർ ഓക്കെ. My daughterはもうmarried husband. こんにちは。Namaste. പിന്നെ ഫുഡ് കഴിച്ച് ഞാൻ നേരെ ഡോമിലേക്ക് വന്നു. നമ്മുടെ ഡോമിലെ കിച്ചൺ ഏരിയ ആണ്. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ്, അവൻ എല്ലാം ഉണ്ട്. TV വരെ ഉണ്ട്, നമുക്കിരുന്ന് TV ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഞാൻ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല, വെറുതെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി പ്രാർത്ഥിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ ആദ്യ ദിവസം, ജപ്പാനിലെ എൻ്റെ ആദ്യ ദിവസം അതോടെ അവസാനിച്ചു.